ഹലോ മക്കളെ, എൻ്റെ പേര് അജിത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്റർ ആണ്. ഓൺ എക്സാം ഒക്കെ അടുത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഓൺ എക്സാമിന് ഒരുപാട് മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരുപാട് മാർക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് ചെയ്തു പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഓൺ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സിമ്പിളായി പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വരുന്ന എല്ലാ കൺസെപ്റ്റിലേക്കും ഇവിടുന്ന് പുതിയ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും. അത് വെച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേവറബിൾ ബൈ ടോട്ടൽ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആരെയാണോ തന്നത് അല്ലെങ്കിൽ നമുക്ക് ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് കണ്ടെത്തേണ്ട ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫേവറബിൾ കേസാക്കി എടുക്കുന്നു. അതേപോലെ ടോട്ടൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണുള്ളത് അതിന് ടോട്ടൽ കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ എന്ന രീതിയിൽ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുണ്ടാക്കിയ 3 ഇക്വേഷൻസ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് നമ്പർ പ്രോബബിലിറ്റി, സെക്കൻഡ് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, തേർഡ് പെയേഴ്സ് വരുന്ന പ്രോബബിലിറ്റി. ഈ 3 കാര്യങ്ങൾ വെച്ചായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിലും ഈ ഓരോ ഇക്വേഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ നമ്പർ പ്രോബബിലിറ്റി ആണ്. നമ്പർ പ്രോബബിലിറ്റി നമുക്ക് ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുന്നു. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന രീതിയിൽ മാറ്റാം. എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഫേവറബിൾ ബൈ ടോട്ടൽ, ആ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് പുതിയ ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്പർ പ്രോബബിലിറ്റിയിൽ ഇക്വേഷൻ കൊടുക്കുന്നു. സെക്കൻഡ് വൺ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ്, അഥവാ ഫിഗേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫിഗേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ജോമെട്രി ആയിരിക്കും അല്ലെങ്കിൽ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും മിക്കവാറും. ഒരു ഫിഗർ തരും, അതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ ഡോട്ട് ഇടുമ്പം ഷെയ്ഡ് ചെയ്ത ഭാഗത്താണുള്ള പ്രോബബിലിറ്റി, ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫേവറബിൾ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്നാണ്. അതേപോലെ അവസാന ഭാഗത്തേക്ക് വരുന്നത് പേയേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പേയേഴ്സിന്റെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമ്മൾ ഇക്വേഷനിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ പേയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓരോ ക്വസ്റ്റ്യനിലും അതിന് വേണ്ട ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: എ ബോക്സ് കണ്ടെയ്ൻസ് 6 black balls and 4 white balls. If a ball is picked from it, what is the probability that is black and the probability it is white? ഇപ്പോൾ 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ബ്ലാക്ക് ബോൾസിന്റെ എണ്ണവും അതേപോലെ വൈറ്റ് ബോൾസിന്റെ എണ്ണവും. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളെ അറിയണം, അതേപോലെ ടോട്ടൽ ആയിട്ടുള്ള ആളെ അറിയണം. ഈ ക്വസ്റ്റ്യൻ വരുന്നത് നമ്പർ പ്രോബബിലിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം കാണാം. അതിന് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണോ തന്നത് അവരെ നമ്മൾ നേരത്തെ എഴുതുന്നു. വൈറ്റ് ബോൾസ് അല്ലെങ്കിൽ വെളുത്ത ബോളുകളുടെ എണ്ണവും വെളുത്ത ബോളുകൾ എണ്ണവും കൃത്യമായിട്ട് നമ്മൾ ആദ്യം എഴുതുന്നു. അപ്പോൾ അതാ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഈക്വൽ ടു 4 and number of black balls equal to 6. then total number of balls, ആകെ ബോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂട്ടിയാൽ മതിയല്ലോ, രണ്ടുപേരുടെയും സം ആയിരിക്കും. then total equal to 10 വരും. ഇനി ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരുന്നു. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ്. കറുത്ത പന്ത് ലഭിക്കാനുള്ള സാധ്യതയും അതേപോലെ വെളുത്ത പന്ത് ലഭിക്കാനുള്ള സാധ്യതയും. ഇതാണ് 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് അഥവാ കറുത്ത ബോൾ ലഭിക്കാനുള്ള ചാൻസ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ആൻഡ് ബി എന്ന് എഴുതുന്നുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഫേവറബിൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോൾസിന്റെ എണ്ണമാണ്. ഇവിടെ ബ്ലാക്ക് ബോൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്, 6 ആണ്. then 6 by ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആയിരിക്കും. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് 10. 6 by 10 എന്ന് കിട്ടും. അത് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലല്ല, അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഏത് നമ്പർ കൊണ്ടാണ് ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അംശത്തിനെയും ജയത്തിനെയും നമുക്ക് ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും. അത് 2 ആണ്. 2 കൊണ്ട് അല്ലെങ്കിൽ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 3/5 ആയിരിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ആണ്. അപ്പോൾ വൈറ്റ് ബോൾ ലഭിക്കാനുള്ള ചാൻസ് കാണാൻ നമ്മൾ ആദ്യം ഫേവറബിൾ കേസിന്റെ എണ്ണം എടുക്കണം, അഥവാ വൈറ്റ് ബോൾസിന്റെ എണ്ണം എടുക്കുന്നു. വൈറ്റ് ബോൾസിന്റെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 10 ആണ്. ദാറ്റ് ഈസ് 4/10. അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 2/5 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം കാണുന്നു, ദെൻ ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കം കണ്ടെത്തുന്നു, നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വാല്യൂ കാണുന്നു. അപ്പോൾ 2 വാല്യൂസ്, വൈറ്റ് ബോൾ ലഭിക്കാനുള്ള ചാൻസ് 2/5ഉം ബ്ലാക്ക് ബോൾ ലഭിക്കാനുള്ള ചാൻസ് 3/5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Numbers from 1 to 50 are written on a slip of paper and put it in a box. Without looking, a slip is drawn from it. 1 മുതൽ 50 വരെ
സംഖ്യകൾ എഴുതിയ കുറച്ച് സ്ലിപ്പുകൾ എന്ത് ചെയ്യുന്നു, ഒരു ബോക്സിൽ ഇടുന്നു. ആ ബോക്സ് നമ്മളൊരു സ്ലിപ്പ് എടുത്താൽ അത് എന്താവും, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4? 4ന്റെ ഗുണിതമാവാനുള്ള സാധ്യത. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6? 6ന്റെ ഗുണിതമാവാനുള്ള ചാൻസ്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 or 6? 4ന്റെയോ 6ന്റെയോ ഗുണിതമാവാനുള്ള ചാൻസ്. ഇതാണ് 3 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആണ്. അപ്പോൾ ഇവിടെ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് ആണ് ആ സ്ലിപ്പിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര സ്ലിപ്പ് ഉണ്ടാവും? 50 സ്ലിപ്പ് ആയിരിക്കും. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് ഈക്വൽ ടു 50. 50 സ്ലിപ്പുകളാണ്, അല്ലെങ്കിൽ 50 കടലാസ് കഷ്ണങ്ങളാണ് അതിലുള്ളത്. ടോട്ടൽ നമ്പർ 50 കിട്ടി. ഇനി എ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് 4ന്റെ ഗുണിതങ്ങൾ അഥവാ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. നമുക്കൊന്ന് 4ന്റെ മൾട്ടിപ്പിൾ ഒന്ന് എഴുതി നോക്കാം. മൾട്ടിപ്പിൾ ഓഫ് 4, 4, 8, 12. മാറ്റാം. നമുക്ക് രണ്ട് നമ്പേഴ്സിനെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6/25. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, അതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. അതേപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 6ന്റെ മൾട്ടിപ്പിൾ 50ൽ താഴെയുള്ള 6ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? നമുക്കൊന്ന് എഴുതി നോക്കാം. Multiple of 6. Multiple of 6. 6, 12, 18, 24, 30, 36, 42 and 48. അപ്പോൾ നമുക്ക് എത്ര മൾട്ടിപ്പിൾ കിട്ടിയിട്ടുണ്ട്? 8 മൾട്ടിപ്പിൾസ് ആർ ദർ. അപ്പോൾ ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കം കിട്ടി. നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6. മൾട്ടിപ്പിൾ ഓഫ് 6 ഈക്വൽ ടു 8. Then probability of getting multiple of 6 is 8/50. ഇവിടെയും സിംപ്ലിഫൈഡ് ഫോമിലല്ല, നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഹരിച്ച് നമുക്ക് എന്താ അതിനെ ചെറുതാക്കി എഴുതാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കൊണ്ട് ഹരിക്കുന്നു, 4/25 വരും. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടി, മൾട്ടിപ്പിൾ ഓഫ് 6 കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4 or 6 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 or 6. അപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്പിൾ ഓഫ് 4 മൾട്ടിപ്പിൾ ഓഫ് 6 വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 4 ആരൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഓഫ് 6 ആരൊക്കെയാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് നേരിട്ട് നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 or 6 എന്ന് എഴുതിയാൽ പോരെ? നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 or 6. അപ്പോൾ 4ന്റെ മൾട്ടിപ്ലൈർ നമുക്ക് 12ഉം 6ന്റെ മൾട്ടിപ്ലൈർ നമുക്ക് 8ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 or 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഫേവറബിൾ നമ്പർ നമുക്ക് കിട്ടിയത് 20 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് 50 ആണ്, കാരണം 50 സ്ലിപ്പുകളാണുള്ളത്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 4 or 6 ഈക്വൽ ടു 20/50. ദാറ്റ് ഈസ് 2/5. ഇതാണ് ഫൈനൽ ആൻസർ വരിക. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസും നമ്പർ പ്രോബബിലിറ്റി വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ആ മൾട്ടിപ്പിൾസിന് എഴുതാൻ പറ്റി. ഇനി ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എത്ര വരെയുള്ള മൾട്ടിപ്പിൾ ആണ് വരുന്നത് നോക്കുക, ആ നമ്പർ ഡയറക്റ്റ് എഴുതിയാൽ മതി. എല്ലാ നമ്പേഴ്സും എടുത്തതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടതിന് അറിയാം ഇത് ഏത് ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ആണ്. ഫിഗർ വന്നിട്ടുണ്ട്. ഫിഗർ വന്നാൽ ഉറപ്പിച്ചോളൂ അത് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ്. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി തന്നെ രണ്ട് കൺസെപ്റ്റ് വരുന്നുണ്ട്. ഒന്നുകിൽ ഏരിയ കണ്ടിട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈക്വൽ ഏരിയ ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്,
The square got by joining the midpoints of a large square. If we put a dot in the figure without looking into it, find the probability that inside the small square. നമ്മളൊരു വലിയ സ്ക്വയർ ഇവിടെ ഉണ്ട്, അതിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്, അതിൻ്റെ മധ്യബിന്ദുക്കൾ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ യോജിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കുഞ്ഞി സ്ക്വയർ ഉണ്ടാക്കുന്നു, ഒരു കുഞ്ഞി സമചതുരം ഉണ്ടാക്കുന്നു. നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ അത് ആ ചെറിയ സ്ക്വയറിനുള്ളിൽ ആവാനുള്ള ചാൻസ് എത്രയാണ് അല്ലെങ്കിൽ സാധ്യത എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പം ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്? ഇതിനെ ഏരിയ കാണുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം ഒരേ ഏരിയയുള്ള ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യാം, ഈക്വൽ ഏരിയയുള്ള പാർട്സ് ആക്കി കട്ട് ചെയ്യലാണ് ഈ ക്വസ്റ്റിൻ്റെ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഭാഗം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു കട്ടിങ് ഇങ്ങനെയും ഒരു കട്ടിങ് ഇങ്ങനെയും കൊടുത്തു. അപ്പോൾ ഇവിടെ എല്ലാം ഈക്വൽ ഏരിയയുള്ള പാർട്ടുകളായിട്ടാണ് മാറിയിട്ടുണ്ടാകുക, ട്രയാങ്കിൾസ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. ഈ ട്രയാങ്കിളും ഒരേ ഏരിയ ആയിരിക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഈ പുതിയ സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യുമ്പം ഈക്വൽ ആയിട്ടാണ് ഈ ഭാഗങ്ങൾ കട്ടാവുക. ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട് ഇവിടെ? ടോട്ടൽ ഇവിടെ 1 2 3 4 5 6 7 8. ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ആ ഗ്രീൻ റീജിയൻ ആണ് കേട്ടോ, ഗ്രീൻ റീജിയൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ സ്ക്വയർ എന്ന് പറയുന്ന ഗ്രീൻ റീജിയൻ ആണ്. അപ്പോൾ ടോട്ടൽ പാർട്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഈക്വൽ ടു 8 ആണ്. 8 പാർട്ടുകളാണുള്ളത്. ഇനി ഫേവറബിൾ ഏരിയ അല്ലെങ്കിൽ ഫേവറബിൾ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കൺസെപ്റ്റിൽ വരുമ്പം ഏരിയ കാണുന്നില്ല, പകരം നമുക്ക് ഈക്വൽ ഏരിയ ഉള്ള ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. അതിൽ നമ്മുടെ ഫേവറബിൾ പാർട്ടായിട്ടുള്ളത് ഇതാ ഈ ഗ്രീൻ റീജിയൻ ആണ്. അവിടെ നമുക്ക് എത്ര പാർട്ടുകളുണ്ട്? 1 2 3 4 പാർട്ടാണ് അതിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പാർട്ട് എന്ന് കൊടുക്കാം, നമ്പർ ഓഫ് ഫേവറബിൾ പാർട്സ് എന്ന് കൊടുക്കാം. അത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ബീയിങ് ഇൻസൈഡ് ദ സ്മോൾ സ്ക്വയർ, ആ കുത്ത് നമ്മുടെ കുഞ്ഞ് സ്ക്വയറിനുള്ളിൽ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ബീയിങ് ഇൻസൈഡ് ദ സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത്, ആ സ്ക്വയർ എത്ര പാർട്ടാക്കി മാറ്റിയിട്ടുണ്ടോ നോക്കുക. ആദ്യം സ്ക്വയർ ആക്കിയത് 4 പാർട്ടായിട്ടാണ്. ടോട്ടൽ നമുക്കുള്ളത് 8 പാർട്ടാണ്. ദെൻ 4/8 ആണ് നമ്മുടെ ആൻസർ വരിക. 4/8 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ. ഫൈനൽ ആൻസർ 1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റിൻ്റെ അകത്തും നമുക്ക് ഇങ്ങനെ തന്നെ ആയിക്കണമെന്നില്ല. ചില ക്വസ്റ്റിൻ്റെ അകത്ത് ഏരിയ കണ്ട് ചെയ്ത് പോകേണ്ടി വരും. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ രൂപമായതുകൊണ്ട്, അതായത് ഒരേ ഏരിയ ഉള്ള പീസാക്കി മാറ്റാൻ പറ്റിയത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പോയത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെയും ജോമെട്രിക്കൽ പ്രോബബിലിറ്റി തന്നെയാണ്, കാരണം ക്വസ്റ്റിൻ്റെ അകത്ത് ഫിഗർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എ റെക്ടാങ്കുലർ പോർഷൻ ഈസ് ഷെയ്ഡഡ് ഇൻ ദ സ്ക്വയർ ഓഫ് സൈഡ് 5 cm as shown in the figure. A dot is put inside the square without looking. Find the probability the dot to be in the shaded region. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. സ്ക്വയറിന്റെ സൈഡുകളൊക്കെ 5 cm എന്നാണ് തന്നിരിക്കുന്നത്. ആ 5 cm ഉള്ള സ്ക്വയറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ഒരു പീസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ ആ കുത്ത് നമ്മുടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്. length into breadth
നീളം ഇൻറ്റു വീതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 × 2 5 × 2 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ റെക്ടാങ്കിളിന്റെ ഏരിയ അഥവാ ചതുരത്തിന്റെ പരപ്പളവ് വരുന്നത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് രണ്ട് ഏരിയാസ് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഏരിയ അഥവാ വലിയ ഷേപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ സ്ക്വയറും അതേപോലെ നമ്മുടെ കുഞ്ഞി ഭാഗം അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ സ്ക്വയറുമാണ്. അതായത് ഫേവറബിൾ ഏരിയ കിട്ടി, അതേപോലെ ടോട്ടൽ ഏരിയ കിട്ടി. ദെൻ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ബീയിങ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് റീജിയൻ അതാണ് കാണാൻ പോകുന്നത്. പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ബീയിങ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് റീജിയൻ ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ ഷെയ്ഡ് ചെയ്ത ഭാഗം അതിന്റെ പരപ്പളവ് ബൈ ആകെ പരപ്പളവാണ്. അപ്പൊ നമുക്ക് കിട്ടിയത് ഫേവറബിൾ ഏരിയ എന്ന് പറയുന്നത് 10 ആൻഡ് ആകെ ഏരിയ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 25. 10/25 വരും. ഇത് സിംപ്ലിഫൈഡ് ഫോമിലല്ല, നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അംശത്തിനെയും ഛേദത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ച് ചെറുതാക്കാൻ പറ്റും. അപ്പോൾ നോക്കുമ്പോൾ 5ന്റെ ഗുണിതങ്ങളാണ് രണ്ടും. 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഫൈനൽ ആൻസർ ഈസ് 2/5. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ചെയ്തത്. അവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനെ നമ്മൾ ഈക്വൽ ഏരിയ ആയിട്ട് കട്ട് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ കണ്ടെത്തി ഫേവറബിൾ ഏരിയ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന കൺസെപ്റ്റിൽ ചെയ്തു പോകുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. പേയേഴ്സിന്റെ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ക്ലാസ് 10A there are 25 boys and 20 girls. 10B there are 26 boys and 24 girls. One student is to be selected from each class. 10A എന്ന ക്ലാസ്സിൽ 25 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. അതേപോലെ 10Bയിൽ 26 ആൺകുട്ടികളും 24 പെൺകുട്ടികളുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോരുത്തർ വീതം സെലക്ട് ചെയ്യാണ്. അത് വെച്ചുള്ള പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോരുത്തർ വരിക എന്ന് പറയുമ്പോൾ അത് പേയേഴ്സ് ആയിട്ടാണ് വരിക. അഥവാ പേയേഴ്സിന്റെ പ്രോബബിലിറ്റിക്ക് നമ്മൾ കടന്നിരിക്കുന്നു. പേയേഴ്സ് വരുമ്പോൾ അവിടെ ഇക്വേഷൻ വരുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ പേയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് ആണ്. ആദ്യം നമ്മൾ ഈ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം സെപ്പറേറ്റ് ഒന്ന് എഴുതുന്നു. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ക്ലാസ്സുകൾ വരയ്ക്കുന്നു. 10A ആൻഡ് 10B. രണ്ട് ക്ലാസ്സിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ എ ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണം ബോയ്സ് എന്ന് പറയുന്നത് 25ഉം ഗേൾസ് എന്ന് പറയുന്നത് 20യുമാണ്. അപ്പോൾ ഗേൾ 20. ആൺകുട്ടികൾ 25ഉം പെൺകുട്ടികൾ 20ഉമാണ്. 10B ക്ലാസ്സിൽ 26 ബോയ്സ് ആണുള്ളത്. അതേപോലെ 24 ഗേൾസ് ആണുള്ളത്. അപ്പോൾ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം എഴുതി. ഇനി നമുക്ക് ആ ക്ലാസ്സുകളുടെ ടോട്ടൽ ആണ് അറിയേണ്ടത്. ആദ്യത്തെ ക്ലാസ്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 45 ആയിരിക്കും, 45 ആയിരിക്കും. രണ്ടാമത്തെ ക്ലാസ്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. നമുക്ക് പേയേഴ്സിന്റെ കേസിൽ വരുമ്പം ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് ആണ് ആദ്യം കാണുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് കാണാൻ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് ഈക്വൽ ടു അത് ഈ രണ്ട് ക്ലാസ്സിലെയും സ്റ്റുഡൻസിന്റെ നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും, അവരുടെ ഗുണനഫലമായിരിക്കും. 45 × 50 ആണ് ആൻസർ വരിക. അത് 2250 2250 പേയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോത്ത് ബീയിങ് ഗേൾസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും ഗേൾ ആയിരിക്കണം, രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ഗേൾ ആയിരിക്കണം. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് ആണ് പോസിബിൾ പേയേഴ്സ് എന്ന് പറയുന്നത്. രണ്ടും ഗേൾ ആവുന്ന പോസിബിൾ പേയേഴ്സ് എന്ന് പറയുന്നത് ഗേളുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരെ അതിലേക്ക് പോകുന്നു. ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് വിത്ത് ബോത്ത് ആർ ഗേൾസ്. അപ്പോൾ രണ്ട് ക്ലാസ്സിലും ഗേൾ വരണം. ഫസ്റ്റ് ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 20യും സെക്കൻഡ് ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 24ഉമാണ്. ദെൻ 480 ആണ് രണ്ടും ഗേൾ ആവുന്ന പേയേഴ്സിന്റെ എണ്ണം. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്, രണ്ടും ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആയിരിക്കും. ഇപ്പോൾ രണ്ടും ഗേൾ ആവുന്ന പേയേഴ്സ് എന്ന് പറയുന്നത് 480 ആണ് ഡിവൈഡഡ് ബൈ 2250. അപ്പോൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. രണ്ട് നമ്പേഴ്സിലെയും 0 ഉണ്ട്, ഒന്ന് കട്ട് ചെയ്യുന്നു. 48/225 സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണോ? യെസ്. 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 16 ഡിവൈഡഡ് ബൈ 73 വരും. അതിന് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, ആ വാല്യൂയിൽ നിർത്തിക്കോളൂ. 16/73.
സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ബോത്ത് ബീയിങ് ബോയ്സ്, രണ്ടും ബോയ്സ് ആവാനുള്ള പ്രോബിലിറ്റി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് ആർ ബോയ്സ് ആദ്യം കണ്ടെത്താം. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് ആർ ബോയ്സ്. അപ്പൊ എ ക്ലാസ്സിന് ബോയ് ആയിരിക്കണം വരേണ്ടത്, ബി ക്ലാസ്സിനും ബോയ് ആയിരിക്കണം വരേണ്ടത്. എ ക്ലാസ്സിനും ആൺകുട്ടി ആയിരിക്കണം, ബി ക്ലാസ്സിനും ആൺകുട്ടി ആയിരിക്കണം. എ ക്ലാസ്സിൽ 25 ആൺകുട്ടികളും ബി ക്ലാസ്സിൽ 26 ആൺകുട്ടികളാണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 25 × 26 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് 650 വരും. ടോട്ടൽ 650 ആണ് രണ്ടും ബോയ്സ് ആവുന്ന പെയേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബബിലിറ്റി കാണാം. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. ഇപ്പൊ രണ്ടും ബോയ്സ് ആവുന്ന പെയേഴ്സ് എന്ന് പറയുന്നത് 650 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 2250 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 65/225. ഇനി നോക്കുമ്പോൾ രണ്ടും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ 13 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 വരും. 13/45 വരും. ഇനി സിംപ്ലിഫൈ നിൽക്കണ്ട, അവിടെ നിർത്തിക്കോളൂ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 1 boy and 1 girl. അവിടെ നമുക്ക് രണ്ട് സാധ്യതകളുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് 1 boy 1 girl. അവിടെ രണ്ട് ചാൻസ് വരും. എ ക്ലാസ്സിന് ബോയ് വരാനും ബി ക്ലാസ്സിന് ഗേൾ വരാനും ചാൻസ് ഉണ്ട്. അതേപോലെ എ ക്ലാസ്സിന് ഗേളും ബി ക്ലാസ്സിന് ബോയും ആവാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് നമ്പർ ഓഫ് പെയേഴ്സിന്റെയും സം ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് 1 boy and 1 girl എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്ലാസ്സിലെ ബോയ്സിന്റെ എണ്ണം 25 ആണ്. ദെൻ 25 ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 24 ആണ്. 25 × 24 പ്ലസ് ആദ്യത്തെ ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണം 20 ആണ്. 20 ഇൻറ്റു രണ്ടാമത്തെ ക്ലാസ്സിലെ ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 26 ആണ്. ഈ രീതിയിലാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് 1 boy and 1 girl കാണാൻ പറ്റുക. അപ്പോൾ വാല്യൂ ഇവിടെ വരുന്നത് 24 × 25 600 പ്ലസ് 520 വരും. 1120 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് which having 1 boy and 1 girl എന്ന് പറയുന്നത്. Then probability of 1 boy 1 girl എന്ന് പറയുന്നത് 1120 ഡിവൈഡഡ് ബൈ 2250 ആയിരിക്കും. എന്ത് ചെയ്യുന്നു, 0 കട്ട് ചെയ്യുന്നു. 112 ഡിവൈഡഡ് ബൈ 225. അവിടെ നിർത്തിക്കോളൂ. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നോക്കേണ്ട കാര്യം, ബോത്ത് ബോയ്സ് എന്ന് പറയുമ്പോൾ എ ക്ലാസ്സിന് ബോയ് ആയിരിക്കണം, ബി ക്ലാസ്സിന് ബോയ് ആയിരിക്കണം. ബോത്ത് ഗേൾ എന്ന് പറയുമ്പോൾ എ ക്ലാസ്സിന് ബോയ്, ബി ക്ലാസ്സിന് ഗേൾ ആയിരിക്കണം. ഈ തേർഡ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കുക. 1 boy 1 girl. 1 boy 1 girl എന്ന് പറയുമ്പോൾ രണ്ട് ചാൻസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ക്ലാസ്സിന് ബോയ്, സെക്കൻഡ് ക്ലാസ്സിന് ഗേൾ. രണ്ടാമത്തത് ഫസ്റ്റ് ക്ലാസ്സിന് ഗേൾ, സെക്കൻഡ് ക്ലാസ്സിന് ബോയ്. ഈ രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ കാണേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ നേരത്തെ പോലെ സ്ലിപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അഥവാ കടലാസ് കഷ്ണങ്ങൾ എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 box contains 10 paper slip numbered 1 to 10 and another box contains 20 slips numbered 1 to 20. 1 slip is taken from each box. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ ഇവിടെ ഉള്ളത് 10 സ്ലിപ്പുകളാണ്. അതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ 10 നമ്പർ ഓഫ് സ്ലിപ്സ് ഉണ്ട്, സെക്കൻഡ് ബോക്സിൽ 20 നമ്പർ ഓഫ് സ്ലിപ്പ് ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്തായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം രണ്ട് ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഷീറ്റ് വീതം അല്ലെങ്കിൽ ഓരോ സ്ലിപ്പ് വീതം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ആ രണ്ട് ബോക്സുകളൊന്നും ഇവിടെ വരയ്ക്കുകയാണ്. ആദ്യത്തേൽ 1 to 10, രണ്ടാമത്തെ ബോക്സിൽ 1 to 20. ഇനി ക്വസ്റ്റ്യനുകൾ നോക്കാം. ഇൻ ഹൗ മെനി വേസ്, ഡിഫറെൻറ്റ് വേസ് ക്യാൻ വി ചൂസ് എ പെയർ ഓഫ് സ്ലിപ്പ്. അപ്പോൾ എത്ര പെയേഴ്സ് കിട്ടുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, എത്ര ജോഡികൾ ഉണ്ടാക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് സെയിം. രണ്ട് നമ്പേഴ്സും സെയിം ആവാനുള്ള ചാൻസ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ഈവൺ ആൻഡ് 1 ഓഡ്. 1 ഈവൺ ആൻഡ് 1 ഓഡ്. അപ്പോൾ നമുക്ക് രണ്ട് ബോക്സിലും എത്ര ഈവണും എത്ര ഓഡ് ഉണ്ടെന്നും കൂടി ഇരിക്കണം. 1 to 10
5 ഓഡ് നമ്പേഴ്സും 5 ഈവൺ നമ്പേഴ്സും ആണ്. ആ 0 അല്ല, അത് ഓഡ് എന്നാണ് ഉദ്ദേശിച്ചത്. അതേപോലെ 1 to 20 10 ഓഡ് നമ്പേഴ്സും 10 ഈവൺ നമ്പേഴ്സും ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എ ക്വസ്റ്റിലേക്ക് വരാം. ഹൗ മെനി ഡിഫറെന്റ് വേസ് വി ക്യാൻ ചൂസ് എ പെയർ ഓഫ് സ്ലിപ്പ്? എത്ര പെയേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. എ ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ഈക്വൽ ടു ആദ്യത്തെ ബോക്സിൽ എത്ര ആൾക്കാരുണ്ട് നോക്കുക. ഫസ്റ്റ് ബോക്സിൽ എത്ര ആൾക്കാരാണോ അത് ഇൻറ്റു സെക്കൻഡ് ബോക്സിൽ ആൾക്കാരുടെ എണ്ണമായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് വരിക, അഥവാ ആകെ ജോഡികളുടെ എണ്ണം. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ 10 പേരാണ്, രണ്ടാമത്തെ ബോക്സിൽ 20 പേരാണ്. അപ്പോൾ ടോട്ടൽ 200 പെയേഴ്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. 200 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോഡികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എഴുതി വെച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് സെയിം? രണ്ട് സംഖ്യകളും സെയിം ആവാൻ, ഒരേ സംഖ്യ ആവാനുള്ള സാധ്യത. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം ഏതൊക്കെ പെയേഴ്സ് ആണ് അങ്ങനെ വരിക എന്നുള്ളത്. ബോത്ത് നമ്പേഴ്സ് ആർ സെയിം. സെയിം നമ്പേഴ്സ് ആണ്. ഏതൊക്കെ പെയേഴ്സ് ഉണ്ടാവും നോക്കിക്കേ. 1 1 വരാം, 2 2 വരാം, 1 1 2 2, 3 3 വരാം, 4 4, 5 5, 6 6, 7 7, 8 8, 9 9, പിന്നെ 10 10. ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുക. 11 11 എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും വരില്ല, കാരണം ഫസ്റ്റ് ബോക്സിൽ 10 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പെയേഴ്സേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ രീതിയിൽ എടുക്കാൻ പറ്റൂ. രണ്ട് നമ്പേഴ്സും സെയിം ആവുന്ന എത്ര പെയേഴ്സ് കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ 10 പെയേഴ്സ് ആണ് ബോത്ത് നമ്പേഴ്സ് ആർ സെയിം എന്ന രീതിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പെയേഴ്സ് വിത്ത് നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് നമ്പേഴ്സ് ആർ സെയിം. രണ്ട് നമ്പറും സെയിം ആവുന്ന 10 പെയേഴ്സ് ആണ് നമുക്കുള്ളത്. അഥവാ നമ്മുടെ ഫേവറബിൾ കേസ് ആയിട്ട് കിട്ടിയത് 10 ആണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് അറിയാലോ, നമുക്ക് 200 കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രോബബിലിറ്റി കാണാം. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ആർ സെയിം ഈക്വൽ ടു 10/200 അല്ലെങ്കിൽ 1/20 വരും. അതാണ് ഫൈനൽ ആൻസർ വരിക. അത് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഈവൺ നമ്പർ ആൻഡ് 1 ഓഡ് നമ്പർ? ഒരു ഈവൺ നമ്പറും ഒരു ഓഡ് നമ്പറും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്നാണ് പറഞ്ഞത്. അത് ഏത് ബോക്സ് എന്നാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ബോക്സിൽ ഓഡ് നമ്പർ ഉണ്ട്, സെക്കൻഡ് ബോക്സിൽ ഓഡ് നമ്പർ ഉണ്ട്. അതേപോലെ ഫസ്റ്റ് ബോക്സിൽ ഈവൺ നമ്പർ ഉണ്ട്, സെക്കൻഡ് ബോക്സിൽ ഈവൺ നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു രീതിയിൽ മാത്രം എടുത്താൽ പോരാ. ഫസ്റ്റ് ബോക്സിന് ഓഡ് വന്നാൽ സെക്കൻഡ് ബോക്സിന് ഈവൺ വരണം, അല്ലെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈവൺ വന്നാൽ സെക്കൻഡ് ബോക്സിന് ഓഡ് വരണം. ഈ രണ്ട് രീതിയിലാണെങ്കിലും 1 ഈവൺ ആൻഡ് 1 ഓഡ് എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് നേടി വരും, സം ചെയ്യേണ്ടി വരും. അപ്പോൾ പെയേഴ്സ് വിത്ത് സി ക്വസ്റ്റ്യൻ ആണ്, പെയേഴ്സ് വിത്ത് 1 ഓഡ് ആൻഡ് 1 ഈവൺ. അവിടെ നമ്മൾ കറക്റ്റായിട്ട് എഴുതുക ഓഡ് ഈവൺ പ്ലസ് ഈവൺ ഓഡ്. ഇവിടെ ഉദ്ദേശിച്ചത് ഫസ്റ്റ് ആൾ ഫസ്റ്റ് ബോക്സിൽ നിന്നും സെക്കൻഡ് ആൾ സെക്കൻഡ് ബോക്സിൽ നിന്നുമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് ബോക്സിന് ഓഡ് വരിക, സെക്കൻഡ് ബോക്സിന് ഈവൺ വരിക. രണ്ടാമത്തെ ഭാഗത്ത് ഇവിടെ ഉള്ളത് ഫസ്റ്റ് ബോക്സിന് ഈവൺ വരിക, സെക്കൻഡ് ബോക്സിന് ഓഡ് വരിക. അപ്പോൾ ഫസ്റ്റ് ബോക്സിലെ ഓഡിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്, സെക്കൻഡ് ബോക്സിൽ ഈവൺ എന്ന് പറയുന്നത് 10 ആണ്, പ്ലസ് ഫസ്റ്റ് ബോക്സിൽ ഈവൺ 5ഉം സെക്കൻഡ് ബോക്സിൽ ഓഡ് 10. ദാറ്റ് ഈസ് 50 + 50 100 പെയേഴ്സ് ആണ് നമുക്ക് ഒരു ഓഡും ഒരു ഈവൺ ആയിട്ട് കിട്ടുക. ദെൻ പ്രോബബിലിറ്റി ഓഫ് 1 ഓഡ് ആൻഡ് 1 ഈവൺ എന്ന് പറയുന്നത് ഫേവറബിൾ കേസ് 100 ആണ്, ടോട്ടൽ കേസ് 200 ആണ്. ദാറ്റ് ഈസ് 1/2 ആയിരിക്കും അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആകെ മൂന്ന് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്പർ പ്രോബബിലിറ്റി, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, അതേപോലെ പെയേഴ്സ് വരുന്ന കൺസെപ്റ്റ്. അതിലെ 3 ഭാഗത്തു നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.